ഹലോ ഗായ്സ്, ഇന്ന് കർക്കിടക മാസത്തിലെ രാമായണ വായന എൻ്റെ തീർന്നു കേട്ടോ. ഇന്ന് പട്ടാഭിഷേകമായിരുന്നു ഞാൻ വായിച്ചത്. അപ്പോൾ പട്ടാഭിഷേകം വായിക്കണം എന്നൊരു പാൽപ്പായസം ഉണ്ടാക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമായിരുന്നു. ഏതായാലും അത് ആഗ്രഹിച്ച പോലെ തന്നെ നടന്നു. രാമായണ വായനയും തീർന്നു. അന്ന് തന്നെ എനിക്ക് ലീവുള്ള ദിവസമായിരുന്നു. ഞാൻ ലീവ് എടുത്ത ദിവസമായിരുന്നു. അപ്പം അന്ന് തന്നെ എനിക്ക് പാൽപ്പായസമൊക്കെ ഉണ്ടാക്കാൻ പറ്റി. അപ്പം ഞാൻ 1 ലിറ്റർ പാലും ഒരു 200 അരിയും കൊണ്ടുവരാൻ പറഞ്ഞു ജിതേഷ് ചേട്ടൻ്റെ അടുത്ത്. അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ജിതേഷ് ചേട്ടനാണെങ്കിൽ പായസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. വേഗം കൊണ്ടുതരും സാധനങ്ങളൊക്കെ. ഞാൻ പിന്നെ വായിച്ചൊക്കെ തീർന്നപ്പോൾ പിന്നെ ഇനിയിപ്പോൾ വെക്കണമെന്നില്ല ഒരു ആലോചനയിലായി. ജിതേഷ് ചേട്ടനാണെങ്കിൽ വെച്ചേ പറ്റുള്ളൂ എന്നുള്ളതിൽ. അതുകൊണ്ട് ഏതായാലും അതൊരു സന്തോഷമായി. എന്നിട്ട് പാല് തിളപ്പിക്കാൻ വെച്ചു. പിന്നെ അരി കഴുകിയിട്ട് കുക്കറിലാട്ടോ ഞാൻ വേവിക്കുന്നത്. കുക്കറിൽ വേവിച്ചാൽ പെട്ടെന്ന് ആയി കിട്ടുമല്ലോ. അല്ലെങ്കിൽ അരിപ്പായസം ഉണ്ടാക്കാൻ കുറേ ടൈമൊന്നും വേണ്ട, പെട്ടെന്നായി കിട്ടും. എന്നാലും ഞാൻ കുക്കറിലൊന്ന് വേവിച്ചു. എന്നാൽ ഗ്യാസിലല്ലേ, അപ്പോൾ ഗ്യാസ് അധികം ചിലവാവില്ലല്ലോ അങ്ങനെ ആകുമ്പോൾ. അപ്പം കുക്കറിൽ അരി വേവിച്ചിട്ട് അത് വിസിൽ വന്നിട്ടുണ്ട്. 2 വിസിൽ വന്നത് ആവി പോകാൻ വെച്ചതാട്ടോ ഞാൻ. അപ്പോഴത്തേന് കുറച്ച് പഞ്ചസാര എടുത്ത് അതിൽ ഒരു 4 ഏലക്കായും കൂടെ ഇട്ട് പഞ്ചസാര നന്നായിട്ടൊന്ന് പൊടിച്ചു. അപ്പോൾ പൊടിച്ചെടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സ്മെല്ല്. അപ്പോൾ കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, വെള്ളമൊക്കെ വറ്റി. കുറച്ചും കൂടി വെള്ളം കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു. ഇത് ചൂട് തന്നെ ആവുകൊണ്ട് അധികം കട്ട കുത്തിയിട്ടൊന്നുമില്ല, പാകത്തിനായി കിട്ടി. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇത് വേവാനൊന്നുമില്ലല്ലോ, തിളച്ച പാലുമാണ്, അരി വേണ്ടതാണ്. നന്നായിട്ട് ഇതൊന്ന് യോജിച്ചാൽ മാത്രം മതി. പിന്നെ അതിക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഇടാം. ഒരു 3-4 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാരയും കൂടെ അല്ലേ, അതിൻ്റെ അളവ് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് അതിൽ ഏലക്കായും കൂടെ ഇട്ടിട്ട് പൊടിച്ചത്. അപ്പോൾ അതിൻ്റെ അളവൊന്നും എനിക്കറിയില്ല, അങ്ങനെ ഞാൻ നോക്കിയിട്ടില്ല. അതും കൂടി ആ പഞ്ചസാരയും കൂടി ഇട്ട് ഇളക്കിയിട്ട് എങ്ങനെയുണ്ട് മധുരം നോക്കിയിട്ട്, മധുരം കുറവാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നല്ല ചൂടില്ലേ, ആവി ഇങ്ങനെ വരുമ്പോഴേ നല്ലൊരു സ്മെല്ല്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ മധുരമൊക്കെ പാകത്തിനുണ്ട്. ഇനി മധുരം ഇടേണ്ട ആവശ്യമില്ല. അപ്പം പിന്നെ ഞാൻ മധുരം ഒന്നും ഇട്ടില്ല. ഇനി നമുക്കിതിക്ക് നെയ്യ് ഒഴിക്കാമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു. പിന്നെ വിചാരിച്ചു അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് വറുത്തിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ടു. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് മുന്തിരി ഇടാം. മുന്തിരി ആദ്യം ഇട്ടാൽ മുന്തിരി വേഗമാവും, അതുകൊണ്ട് അതിൻ്റെ ഒപ്പം ഇടാൻ പറ്റില്ല. ആദ്യം അണ്ടിപ്പരിപ്പിട്ട് ഒന്ന് മൂത്ത് വന്നിട്ട് മുന്തിരി ഇടാം. പിന്നെ അത് ഞാൻ വറുത്ത് കോരിയിട്ടാലോ എന്ന് ഒരു ആലോചന വന്നു കേട്ടോ. അതാ കുറച്ച് നേരം ഇങ്ങനെ നിന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ഒന്നിച്ചാണ്ട് ഇടാം, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നെയ്യും അല്ലേ, നെയ്യ് എന്തായാലും അതിൽ ഒഴിക്കണമെന്നല്ലോ, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ എൻ്റെ ചെറിയൊരു പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ചൂടോടെ ഈ പാലൊന്ന് കുടിക്കാം. കുട്ടികളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അപ്പു അച്ചുണ്ട്. അപ്പം ഞങ്ങൾ നല്ല ചൂടല്ലേ പായസം, അപ്പോൾ കുറച്ച് പരന്ന പാത്രത്തിലാക്കാമെന്ന് വിചാരിച്ചെടുത്ത് സ്പൂൺ കൊണ്ടൊക്കെ കോരി കുടിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പായസം. എനിക്കിഷ്ടമായി. എൻ്റെ വീഡിയോ ഇഷ്ടമായ